എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ടൈം എന്ന് പറയുന്നത് ഞാൻ ഫുട്ബോൾ കളിക്കുന്ന സമയമാണ്. അതേപോലെ തന്നെയാണ് മെസ്സിയുടെ കളി കാണുമ്പോഴും അതെന്നെ ഭയങ്കരമായിട്ട് സന്തോഷിപ്പിക്കുന്ന ഒരു സാധനമാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒഴുക്കും ആ കളീൻ്റെ ഓരോ മൂവ്മെൻറ്റും ഭയങ്കരമായിട്ട് സന്തോഷിക്കും. അപ്പോൾ ആ വേർഡ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ്. തോറ്റതിനേക്കാളും മോശമായി കളഞ്ഞു സ്പെയിൻ എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ. കളിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, എന്താ പറയുക, കളിക്കാൻ അറിയാത്ത ആൾക്കാരെ പോലെയായിരുന്നു അർജന്റീനൻ ടീം എന്ന് വേണേൽ പറയാം. സ്പെയിനോടൊന്ന് മുട്ടി നോക്കാൻ പോലും അവർക്ക് പറ്റിയിട്ടില്ല എന്ന്. നമ്മളിപ്പോൾ പൊരുതി തോറ്റു ഒരു ഫൈനലൊക്കെ ആകുമ്പോൾ അങ്ങനെയല്ലേ നമ്മൾ പ്രതീക്ഷിക്കുക. പക്ഷെ അതുപോലും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് എന്താ പറയുക, സങ്കടകരമായ അവസ്ഥയാണ്. ക്രെഡിറ്റ് കൊടുക്കുന്നത് സ്പെയിനാണ്. കാരണം അവരെ കളീനെ നമ്മൾ ഒരു രീതിയിലും അർജന്റീന കളിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് താഴ്ത്തി കെട്ടാൻ പറ്റില്ല. കാരണം അർജന്റീനയെ കളിപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. എനിക്കൊരിക്കലും ഈ പറയുന്ന ആഞ്ചലോട്ടിൻ്റെ ടാക്ടിക്സ് ഭയങ്കര അറ്റാക്കിംഗ് ഫുട്ബോൾ ആയിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതായത് എത്ര പാസുകൾ നോക്കണം, എത്ര ഡ്യുവൽ വിൻ ചെയ്ത് നോക്കണം, എത്ര ടാക്കിൾ ചെയ്ത് നോക്കണം, എത്ര ബോൾ റിക്കവറി നോക്കണം, അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങളാണ് നമ്മൾ നോക്കേണ്ടി വരും. അപ്പോൾ അത് നോക്കിയാൽ ചിലപ്പോൾ ഈ പറയുന്ന മെസ്സി ചിലപ്പോൾ അടുത്ത് പോലും വരില്ല. നമസ്കാരം, പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. 48 ടീമുകളുമായി കുട്ടികൊഴിച്ച ലോകകപ്പ് അവസാനിച്ചിരിക്കുകയാണ്. അർജന്റീനയെ പരാജയപ്പെടുത്തിക്കൊണ്ട് സ്പെയിൻ ലോക ചാമ്പ്യന്മാരായിരിക്കുന്നു. നമുക്കിപ്പം ലോകകപ്പ് വിശേഷങ്ങളും മറ്റുമായി CK വിനീതാണ് ചേരുന്നത്. ഇനി സ്വാഗതം. നമസ്കാരം. നമുക്ക് ലോകകപ്പിലേക്ക് വരാം. അതിനു മുമ്പ് ഒരു ഫുട്ബോളറുടെ ഇന്ത്യൻ യാത്രകൾ ഒരു പുസ്തകം ഇറങ്ങാൻ പോവാണ്. എന്താണ് ആ പുസ്തകത്തിലുള്ളത്? എന്തൊക്കെയാണ് പുസ്തകത്തിന്റെ വിശേഷം? അതിനകത്ത് ഫുട്ബോൾ ഇല്ല എന്നുള്ളതാണ്. ഇല്ല, അത് യാത്രയാണ്. തലക്കെട്ടിൽ മാത്രമേ ഫുട്ബോൾ അല്ല, ഫുട്ബോൾ ഇല്ല എന്നുള്ളതല്ല, വളരെ അപൂർവമായിട്ട് മാത്രമേ അതിൽ ഫുട്ബോൾ പറയുന്നുള്ളൂ. ചില ഓർമ്മകൾ ഷെയർ ചെയ്യുന്നു എന്നല്ലാതെ അങ്ങനെ കാര്യമായിട്ട് ഫുട്ബോളിനെ കുറിച്ച് അതിൽ പറയുന്നില്ല. പക്ഷെ അതിൻ്റെ തുടക്കം ഫുട്ബോളാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കളിയിൽ നിന്നൊരു ബ്രേക്ക് വരുമ്പോൾ ഞാൻ പോയ ഒരു യാത്രയാണത്. അത് 2 കോവിഡ് ഫേസിൻ്റെ അതിൻ്റെ നടുവിലുണ്ടായിരുന്ന സമയത്ത് ചെയ്തൊരു യാത്രയാണ്. ഒരു ഹാഫ് ഓഫ് ഇന്ത്യ എന്ന് വേണേൽ പറയാം. നമ്മൾ ഈ കൊങ്കൺ റൂട്ടിൽ കയറി കശ്മീർ വരെ പോയി തിരിച്ച് മണാലി വഴി തിരിച്ച് കേരളത്തിലേക്ക് വരുന്ന ഒരു യാത്രയാണ്. ഒരു 63 odd days, 17,600 സംതിങ് കിലോമീറ്റർ, 14 സംസ്ഥാനങ്ങൾ, അങ്ങനെയുള്ള ഒരു യാത്രയാണ്. ആ യാത്രയിൽ ഞാൻ കണ്ടതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് കൂടുതലും. എന്നാണ് നമ്മുടെ കയ്യിലേക്ക് എത്തുന്ന പുസ്തകം? ഓഗസ്റ്റ് 2nd വീക്കാണ് ഇപ്പോൾ ഒരു പബ്ലിഷ് ചെയ്യുന്ന ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. ഫൈനലായിട്ടില്ല. അത് എങ്ങനെയാണ് എന്താണെന്നുള്ളതൊക്കെ ആലോചന നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഓഗസ്റ്റ് 2nd വീക്ക് അല്ലെങ്കിൽ 10ന് ശേഷം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. റൈറ്റ്. അപ്പം തന്നെ ജോലിയും ഫോട്ടോഗ്രാഫിയും എല്ലാം നന്നായിട്ട് തന്നെ പോകുന്നു. അങ്ങനെ പോകുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, ഇനി നമുക്ക് ലോകകപ്പിലേക്ക് തന്നെ വരാം. ലോകകപ്പ് സമയത്ത്, അതായത് വിനീത് എന്നുള്ള ഫുട്ബോളറെ നമുക്ക് എല്ലാവർക്കും അറിയാം, മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതനാണ്. വിനീത് എന്നുള്ള എഴുത്തുകാരനെ കൂടുതൽ പ്രേക്ഷകർ അറിഞ്ഞത് ഈ ലോകകപ്പ് കാലത്താണെന്ന് തോന്നുന്നു. എങ്ങനെയാണ് പ്രധാനപ്പെട്ട എല്ലാ മാച്ചുകളുടെയും ഒരു റിവ്യൂ എന്നുള്ള നിലയ്ക്ക് എഴുതിയിട്ടുണ്ട്? എങ്ങനെയാണ് ആ ഒരു എഴുത്തിലേക്ക് കിടക്കുന്നത്? ഇല്ല, അങ്ങനെയില്ല. ഞാൻ അങ്ങനെ ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ എഴുതിയതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ കറക്റ്റ് നിരീക്ഷണമായിരുന്നു അത്. ഞങ്ങൾക്ക് കളിച്ച് അറിവുള്ളത് കൊണ്ടായിരിക്കാമെന്ന് വിചാരിക്കുന്നു. അതിൽ പലരും തെറ്റാണ് എന്ന് പറയുന്നതുകൊണ്ട് അത് എനിക്ക് തോന്നിയ അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ ഷെയർ ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ഞാൻ എല്ലാ കളികളും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ട കളികളുടെ അതിൽ കുറച്ചെണ്ണം ഒഴിവാക്കിയിട്ടുണ്ട് ഞാൻ. കാരണം എല്ലാം എഴുതലിൽ നടക്കുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ എനിക്ക് കണ്ട കളികൾ, എനിക്ക് പറയണമെന്ന് തോന്നിയ കളികളിലെ കാര്യങ്ങൾ പറഞ്ഞു എന്നല്ലാതെ അതൊരു എന്താ പറയുക ഭയങ്കര രസമായിട്ട് എഴുതണം അങ്ങനെ തോന്നി എഴുതിയൊന്നുമല്ല. എനിക്ക് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളത് മാത്രമല്ല. എനിക്ക് തോന്നുന്നു ഞാനത് മുന്നേയും പറയലുണ്ട്. എനിക്ക് പറയേണ്ട കാര്യങ്ങൾ ഞാൻ എഴുതിയിട്ട് തന്നെയാണ് പറയല്. പക്ഷേ ചിലപ്പോൾ നിങ്ങളാരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും. നീ എന്തായാലും ഫുട്ബോൾ വിശേഷങ്ങളിലേക്ക് തന്നെ വരാം. ഫൈനലിലേക്ക് വരുമ്പോൾ ഒരു സ്പെയിൻ്റെ ഒരു കിരീടധാരണം നേരത്തെ തന്നെ പ്രതീക്ഷിതമായിരുന്നു. സ്പെയിൻ തന്നെയായിരുന്നു വിനീതിൻ്റെ മനസ്സിലെ ഒരു ഫേവറേറ്റ് ടൈറ്റിൽ കണ്ടൻഡേഴ്സ്. ശരിക്കും അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പോൾ ഫൈനൽ വരുന്നവരെ സ്പെയിൻ അവിടം വരെ എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ റിയാലിറ്റി. ഞാൻ ഫ്രാൻസിനെ ആയിരുന്നു കൂടുതൽ കരുതിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഫൈനൽ വന്നാൽ പോലും ഇത്ര ഏകപക്ഷീയമായിട്ട് സ്പെയിൻ ജയിക്കും എന്നുള്ളതും ഞാൻ കരുതിയിട്ടില്ല. കംപ്ലീറ്റ്ലി അർജന്റീനയെ എന്താ പറയുക ഒന്നും ഇല്ലാതാക്കി കളഞ്ഞു സ്പെയിൻ എന്നുള്ളതാണ്. പ്രതീക്ഷിച്ചോ ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് ഉത്തരം. ഫൈനൽ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ എഴുതിയതുപോലെ തന്നെ തല സ്പെയിനിനും ഹൃദയം അർജന്റീനക്കും എന്നുള്ള സിറ്റുവേഷൻ ആയിരുന്നു എൻ്റെതും. കാരണം മെസ്സി എന്നുള്ളത് എപ്പോഴും ഒരു എന്താ പറയുക ഒരു സന്തോഷമാണ്. അപ്പം അദ്ദേഹം തോക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല. മെസ്സി സന്തോഷമാണ്, ആ പ്രയോഗം കൊള്ളാം. സാധാരണ എല്ലാവരും മെസ്സി വികാരമാണ്, നമ്മളുടെ എല്ലാമാണെന്നൊക്കെ പറയുന്നതിനേക്കാളേറെ മെസ്സി സന്തോഷമാണ്. മെസ്സി നമ്മൾ ഗ്രൗണ്ട് ഇപ്പോൾ ഫുട്ബോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സന്തോഷിക്കാൻ വേണ്ടി കളിക്കുന്ന കളിയാണ്. അതായത് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ടൈം എന്ന് പറയുന്നത് ഞാൻ ഫുട്ബോൾ കളിക്കുന്ന സമയമാണ്. അതേപോലെ തന്നെയാണ് മെസ്സിയുടെ കളി കാണുമ്പോഴും അതെന്നെ ഭയങ്കരമായിട്ട് സന്തോഷിപ്പിക്കുന്ന ഒരു സാധനമാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒഴുക്കും ആ കളീൻ്റെ ഓരോ മൂവ്മെൻറ്റും ഭയങ്കരമായിട്ട് സന്തോഷിക്കും. അപ്പോൾ ആ വേർഡ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന് നമുക്ക് ആർക്കും വെറുക്കാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹം തോക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ എന്താ പറയുക തോറ്റതിനേക്കാളും മോശമായി കളഞ്ഞു സ്പെയിൻ എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ. സത്യം പറഞ്ഞാൽ
കളിച്ചു തോറ്റില്ല അല്ലെ? കളിച്ചു തോറ്റു കഴിഞ്ഞാൽ ഇത്ര വിഷമം ഉണ്ടാവും? ഇല്ല, കളിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, എന്താ പറയാ, കളിക്കാൻ അറിയാത്ത ആൾക്കാരെ പോലെയായിരുന്നു അർജന്റീനൻ ടീം എന്ന് വേണേൽ പറയാം. സ്പെയിനോടൊന്ന് മുട്ടി നോക്കാൻ പോലും അവർക്ക് പറ്റിയിട്ടില്ല എന്ന്. നമ്മളിപ്പോൾ പൊരുതി തോറ്റു ഒരു ഫൈനലൊക്കെ ആകുമ്പോൾ അങ്ങനെയല്ലേ നമ്മൾ പ്രതീക്ഷിക്കുക. പക്ഷെ അതുപോലും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് എന്താ പറയുക, സങ്കടകരമായ അവസ്ഥയാണ് അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ റീസെന്റ് നോക്കുന്ന സമയത്ത് തന്നെ ഒരു ഇത്ര വൺ സൈഡ് ആയിട്ടില്ല ഒരു വേൾഡ് കപ്പ് ഫൈനൽ. ഞാൻ കണ്ടിട്ടുള്ള വേൾഡ് കപ്പ് ഫൈനൽ ഒന്നും ഇത്ര വൺ സൈഡ് ആയിട്ടില്ല. അർജന്റീനയ്ക്ക് എന്താ പറ്റിയത്? സ്കലോണിയുടെ ടാക്ടിക്കൽ ചേഞ്ചസുകൾ ഒക്കെ അതിൽ നിർണായകമായിട്ടുണ്ട്. പ്രത്യേകിച്ച് കൂടുതൽ ഡിഫൻഡേഴ്സിനെയാണ് അവസാന നിമിഷങ്ങളിലൊക്കെ. അല്ല, അത് റെഡ് കാർഡ് വന്നതിന് ശേഷമാണ് കൂടുതൽ ഡിഫൻസ്. എനിക്ക് തോന്നുന്നു അർജന്റീന തുടങ്ങിയത് തന്നെ പെനാൽറ്റിയിലേക്ക് പോവാം എന്നുള്ള രീതിയിലായിരുന്നു എന്ന് തോന്നുന്നു. കാരണം ഒറ്റ അറ്റാക്ക് പോലും വന്നിട്ടില്ല. അവസാനത്തെ, അതായത് എക്സ്ട്രാ ടൈമിലാണ് എനിക്ക് തോന്നുന്നു ഇവർ അറ്റാക്കുകൾ വന്നത്. സാധാരണ നമ്മൾ ഈ ടൂർണമെന്റ് മൊത്തം എടുത്ത് നോക്കുമ്പോൾ അർജന്റീന കണ്ടിട്ടുള്ള ഒരു 70 മിനിറ്റിനൊക്കെ ശേഷം അർജന്റീന ഭയങ്കരമായിട്ട് ആക്രമിച്ച് കളിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു ഇവർ 70 മിനിറ്റ് ആയത് അറിഞ്ഞിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അവർ ശരിക്കും ഒരു 110 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴാണ് 70 ആയി എന്ന് തോന്നുന്നു എന്നുള്ള രീതിയിൽ ആ രീതിയിലേക്ക് അവർ വന്നത്. എന്നാൽ പോലും സ്പെയിൻ അതിന് സമ്മതിച്ചിട്ടില്ല എന്നുള്ളത്. ആകെ 2 ഷോട്ടോ മറ്റേ ഉള്ളൂ, അതും ടാർജറ്റിലേക്ക് പോയിട്ടില്ല. അപ്പോൾ മെസ്സിയെ പോലുള്ള ഒരു പ്ലെയർ ഉണ്ടാകുന്ന ഒരു ടീം അതുപോലും ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് ദയനീയമായിട്ടുള്ള അവസ്ഥയാണ്. പക്ഷേ അർജന്റീനയുടെ ദയനീയാവസ്ഥ അവിടെ നിൽക്കുമ്പോൾ പോലും ഞാനത് ക്രെഡിറ്റ് കൊടുക്കുന്നത് സ്പെയിനാണ്. കാരണം അവരെ കളീനെ നമ്മൾ ഒരു രീതിയിലും അർജന്റീന കളിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് താഴ്ത്തി കെട്ടാൻ പറ്റില്ല. കാരണം അർജന്റീനയെ കളിപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കാരണം പ്ലാനില്ലാതെ എന്തായാലും അർജന്റീന ഇറങ്ങില്ല. പക്ഷെ ആ പ്ലാനിനും നല്ല രീതിയിൽ, മികച്ച രീതിയിൽ സ്പെയിൻ ഇപ്പുറത്ത് വന്നു. അവർ എന്താ പറയുക, അർജന്റീനയെ ഒരു രീതിയിലും അനങ്ങാൻ വിട്ടിട്ടില്ല. അവരെ സ്വതസിദ്ധമായ കളി പോയിട്ട് ഫുട്ബോൾ എന്താണ് എന്ന് പോലും അറിയാത്ത രീതിയിലേക്ക് സ്പെയിൻ അവരെ മാറ്റിക്കളഞ്ഞു എന്നുള്ളതാണ്. അതിന്റെ ക്രെഡിറ്റ് എന്തായാലും സ്പെയിനിന് കിട്ടിയേ പറ്റും. സ്പെയിൻ ഇപ്പോൾ ആദ്യ മത്സരത്തിൽ കെവേർഡയോട് സമനില വഴങ്ങിയപ്പോൾ തന്നെ ഏറെക്കുറെയൊക്കെ ചിലർക്കെങ്കിലും സംശയം ഉണ്ടായിരുന്നു ഈ സ്പെയിൻ എത്ര വരെ പോകുമെന്നുള്ളത്. പക്ഷേ സ്പെയിനിൻ്റെ ഒരു ക്ലാസ് മൊത്തം കണ്ട കളി അർജന്റീനയ്ക്ക് അത് സെമിയിൽ ഫ്രാൻസിനെ പൂട്ടിയ ഒരു കളി ഉണ്ടായിരുന്നു. അത്രയും ഒരു 5 അംഗ അറ്റാക്കേഴ്സ്, ടോപ്പ് ക്ലാസ് അറ്റാക്കേഴ്സ് ഉള്ള ഫ്രാൻസിനെ അനങ്ങാൻ വിടാത്ത രീതിയിൽ അവർ കളിക്കുന്നു. പ്രത്യേകിച്ച് ഒലിസയൊക്കെ റോഡറി പൂട്ടിയ ഒരു പൂട്ടൽ സ്പെയിൻ ഒരു ശരിക്കും ഒരു ഫാക്ടറി പോലത്തെ ഒരു വർക്ക് ചെയ്യുന്ന ഒരു സംഭവം. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെയാണ്. അതായത് തുടക്കത്തിലുള്ള മാച്ചുകളൊക്കെ കണ്ടപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല സ്പെയിൻ ഇതേപോലെ ഫൈനൽ, അതാ ഞാൻ ആദ്യം പറഞ്ഞത്, സ്പെയിൻ ഫൈനലിൽ എത്തും എന്നുള്ളത് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല. പക്ഷേ ഓരോ മാച്ച് കഴിയുമ്പോഴേക്കും അവർ മെച്ചപ്പെട്ട് വന്ന് അവർ എക്സ്ട്രീം ആകുമ്പോഴേക്ക്, സെമി ആകുമ്പോഴേക്ക് അവരൊരു എക്സ്ട്രീം ലെവലിലേക്ക് എത്തി എന്നുള്ളതാണ്. അത് എന്താ പറയുക, മേ ബി സെമിയിൽ കളിച്ച അതേ ലെവലിലുള്ള കളി തന്നെ അവർ ഫൈനലിലെത്തും. മേ ബി അർജന്റീനയെക്കാട്ടും ബെറ്റർ ടീം ഫ്രാൻസ് ആയതുകൊണ്ട് ഫ്രാൻസ് കുറച്ചും കൂടി പൊരുതി നോക്കി. അർജന്റീനയ്ക്ക് അതുപോലും പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ഈ പറഞ്ഞ പോലെ അവർ ഫൈനലിലെത്തും എന്നുള്ളത് ഞാൻ തുടക്കത്തിൽ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ ഓരോ ഗെയിം വരുമ്പോഴും ഓരോന്നും അതിൻ്റെതായ രീതിയിൽ മെച്ചപ്പെട്ടിട്ടാണ് സ്പെയിൻ ഫൈനലിലെത്തിയത്. അപ്പോൾ ആ ക്രെഡിറ്റ് സ്പെയിനിൻ്റെ ടീമിനും കൊടുത്തേ പറ്റും. അവരെ കോച്ചാണെങ്കിലും പ്ലെയേഴ്സ് ആണെങ്കിലും അവരത് എന്താ പറയുക, തീർച്ചയായും അർഹിച്ച ഒരു വിജയമാണ് സ്പെയിനിൻ്റെത്. ടിക്കിടാക്ക പൂർണ്ണമായും ഒഴിവാക്കാതെ, എന്നാൽ ടോട്ടൽ ഫുട്ബോളിൻ്റെയും ജിയാൻ പ്രസിങ്ങിൻ്റെയൊക്കെ ഒരു എല്ലാം കൂടി ചേർത്തൊരു വേർഷനിലാണ് ഡെലഫിയോൻ്റെ ഈ സ്പെയിനെ കളിപ്പിക്കുന്നത്. അതിന് പാകത്തിലുള്ള പ്ലേയേഴ്സും അവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഗുണമായിട്ട് തോന്നുന്നത്. സ്പെയിൻ്റെ ഒരു കേളി ശൈലി എങ്ങനെയാണ്? നമുക്ക് ഇന്നതാണ് എന്ന് എടുത്തു പറയാൻ പറ്റാത്ത ഒരു കളിയിൽ അവർ കളിച്ചുകൊണ്ടിരുന്നത്. അതായത് നിങ്ങൾ പറഞ്ഞ എല്ലാ സാധനങ്ങളും കൂടി മിക്സ്ഡ് ആണ്. ബോൾ പൊസിഷൻ ഉണ്ട്, കൗണ്ടർ പ്രസ് ഉണ്ട്. ഈ നമ്മളെ യോഗൻ ക്ലോപ്പിൻ്റെ പ്രസ്സിംഗ് ആണെങ്കിൽ അതുണ്ട്. അതായത് ഗീഗൻ പ്രസ്സിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാം കൂടി ഒരു മിക്സഡ് ആയിട്ടുള്ള ഗെയിമാണ്. അത് അതിൻ്റെ ഏറ്റവും സുന്ദരമായ ലെവലിൽ സ്പെയിന് കളിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും സൗന്ദര്യമുള്ള മാച്ച് സെമിയിലായിരുന്നു എന്ന് പറയാം. വേണമെങ്കിൽ ഫ്രാൻസ് ഒന്നുകൂടി പൊരുതി നോക്കി എന്ന് വേണമെങ്കിൽ പറയാം അത് ഈ ഫൈനൽ കമ്പയർ ചെയ്യുമ്പോൾ. കാരണം ഫൈനലിൽ അത് മാത്രം കാണിക്കാൻ മാത്രം അർജന്റീന എതിർത്ത് നിന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ അത്രയും സുന്ദരമായ ഫുട്ബോളാണ് സ്പെയിന് കളിക്കുന്നത്. എല്ലാം മിക്സ്ഡ് ആക്കിയിട്ടുള്ള എല്ലാ എന്താ പറയുക ടാക്ടിക്സുകളും കൂടിച്ചേർന്ന് ഈ പറയുന്ന ഒരു രീതിയിലും തടയാൻ പറ്റാത്ത രീതിയിലുള്ള കളിയാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പം ഭാവി എങ്ങനെയാവും, അവരെ ആരാണ് തടയുക എന്നുള്ളത് കാണാൻ കാത്തിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ. റൈറ്റ്. അപ്പോൾ അതിലേക്ക് തന്നെ വരുമ്പോൾ നമ്മുടെ ഇൻഡിവിജ്വൽ പുരസ്കാരങ്ങൾ നോക്കുമ്പോൾ അതിൽ സ്പെയിൻ്റെ ഒരു വലിയ ഭൂരിപക്ഷം കാണാൻ പറ്റും. റോഡ്രി ആയിക്കോട്ടെ, കുബാർസി ആയിക്കോട്ടെ, ഉനൈ സൈമൺ ആയിക്കോട്ടെ, അതിനകത്ത് എംബാപ്പയാണ് ടോപ്പ് ലിസ്റ്റിലേക്ക് പോയത്. ആ ഒരു പുരസ്കാരങ്ങളൊക്കെ അർഹിച്ചിരുന്നു. ചില കോണുകളിലെങ്കിലും മെസ്സിക്കായിരുന്നു ഗോൾഡൻ ബോൾ വേണ്ടത്, റോഡ്രിക്കല്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. പക്ഷെ റോഡ്രി ചെയ്യുന്ന ഒരു പൊസിഷൻ എന്ന് പറയുന്നത് അത്ര, അതായത് നമുക്ക് സ്റ്റാറ്റുകളിൽ അധികം കാണാൻ കഴിയാത്ത ഒരു പൊസിഷനും കൂടിയല്ലേ. നിങ്ങളിപ്പോൾ പറഞ്ഞ പോലെ യങ് ഫുട്ബോളർ ആരാന്നുള്ളതിന് തർക്കമില്ല, ഗോൾ കീപ്പർക്ക് തർക്കമില്ല, ടോപ്പ് സ്കോറർക്ക് തർക്കമില്ല. അതിന് തർക്കം വരുന്നത് ഗോൾഡൻ ബോളിനാണ്. ഇപ്പം നമ്മളിപ്പോഴും മെസ്സിനെ പറയുന്നതിൻ്റെ കാര്യം മെസ്സിൻ്റെ അസിസ്റ്റ് കൂടുതലാണ്, മെസ്സി ഗോൾ അടിച്ചത് കൂടുതലാണ്, എല്ലാ രീതിയിലും നമുക്ക് തർക്കിക്കാൻ ഉള്ള സാധനങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. പക്ഷേ അങ്ങനെ നോക്കിയാൽ, ആ പറയുന്ന സ്റ്റാറ്റ്സ് മാത്രം എടുത്തു നോക്കിയാൽ ഈ പറയുന്ന ഡിഫൻസീവ് മിഡ്ഫീൽഡറിനോ ഡിഫൻഡേഴ്സിനൊന്നോ ഒരിക്കലും
ഒരു രീതിയിലും ഈ പറയുന്ന ഇൻഡിവിജ്വൽ ട്രോഫികൾ അടിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന സ്റ്റാറ്റ്സും ഈ പറയുന്ന അസിസ്റ്റും ഗോളൊക്കെ വരുന്നത് അറ്റാക്കേഴ്സിനാണ് കൂടുതൽ. അപ്പോൾ അറ്റാക്കേഴ്സ് മാത്രമല്ല ഫുട്ബോൾ എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ കാര്യം. പക്ഷെ നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്നത് അവരെ പറ്റിയാണ് എന്നുള്ളതാണ്. ഇപ്പം റോഡ്രിൻ്റെ പൊസിഷൻ എടുത്താൽ ഫുട്ബോളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനാണ് അത്. അതായത് ആ ഒരു പൊസിഷനാണ് ഇപ്പം നമ്മൾ മിഡ്ഫീൽഡിലാണ് എഞ്ചിൻ എന്ന് പറയുമ്പോൾ മിഡ്ഫീൽഡിൻ്റെ അകത്തെ എഞ്ചിനാണ് ഈ പറയുന്ന ഡിഫൻസീവ് മിഡ്ഫീൽഡർ എന്ന് പറയുന്നത്. അയാളാണ് കളി നിയന്ത്രിക്കേണ്ടത് മൊത്തത്തിൽ. കളി അറ്റാക്ക് ഉണ്ടാക്കേണ്ടത് തുടങ്ങുന്നത് അയാളിൽ നിന്നാണ്. എതിർ അറ്റാക്ക് നശിപ്പിക്കേണ്ടത് അവരാണ്. ഈ ഡിഫൻസിന് കവർ ചെയ്യേണ്ടത് അവരാണ്. മിഡ്ഫീൽഡിനെ കവർ ചെയ്യേണ്ടത് അവരാണ്. അങ്ങനെ തുടങ്ങി എന്താ പറയുക, ആരും ഇഷ്ടപ്പെടാത്ത പണികൾ മൊത്തം എടുക്കുന്ന ആൾക്കാർ ഡിഫൻസാണ്. അവർക്ക് ചിലപ്പോൾ അസിസ്റ്റ് കൂടുതൽ ഉണ്ടാവില്ല, ചിലപ്പോൾ ഗോൾ കൂടുതൽ ഉണ്ടാവില്ല. പക്ഷേ കളി അവരായിരിക്കും ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ കളി അവരായിരിക്കും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇപ്പോൾ അർജന്റീന എടുത്താൽ മേ ബി എൻസോയോ അല്ലെങ്കിൽ മക്കാലിസ്ട്രോ പോലെയുള്ള പ്ലെയർ കളിക്കേണ്ട ഒരു പൊസിഷനാണ്. പക്ഷെ മെസ്സി അവിടെ ഉള്ളത് കൊണ്ട് അവരൊക്കെ മുങ്ങിപ്പോകുന്നു എന്നുള്ളതാണ്. ഇവിടെ അതില്ല. കാരണം ഇവിടെ ഇയാളാണ് കളി നിയന്ത്രിക്കുന്നത്. ഇപ്പോൾ റോഡ്രിനെ നമുക്ക് അങ്ങനെ അർഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് തള്ളി, സ്റ്റാറ്റ്സ് ഇല്ല, ഗോൾ അടിച്ചിട്ടില്ല, പക്ഷേ അസിസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം സ്പെയിൻ ഫൈനലിൽ എത്തണമെങ്കിൽ അയാളാണ് കാരണം. സ്പെയിൻ വെറുതെ ഫൈനലിലെത്തുള്ളൂ. നിങ്ങൾക്ക് അതിൽ ഈ പറയുന്ന പോലെ മെസ്സിയെ പോലെയോ അല്ലെങ്കിൽ എംബാപ്പനെയോ പോലെയോ ഇൻഡിവിജ്വൽ കാര്യങ്ങൾ നോക്കുന്നത് കുറവാണ്. കാരണം യമാലിന് പോലും ഇൻഡിവിജ്വൽ സ്റ്റാറ്റ്സ് നോക്കിയാൽ ഇല്ല. കാരണം ഒരു ഗോളും ഒരു അസിസ്റ്റോ മറ്റോ യമാലിനുള്ളൂ. അപ്പം ആ സ്പെയിൻ എങ്ങനെ ഫൈനലിലെത്തി എന്നുള്ളത് അതൊരു ടീം വർക്കാണ്. ആ ടീം വർക്കിൻ്റെ എഞ്ചിൻ എന്ന് പറയുന്നത് റോഡ്രിയാണ്. അപ്പോൾ അയാൾ അത് അർഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നമുക്ക് തർക്കിക്കാൻ വേണമെങ്കിൽ ഈ പറയുന്ന പോലെ മെസ്സിൻ്റെ ഇഷ്ടം വെച്ചിട്ടോ അല്ലെങ്കിൽ കണക്കുകൾ വെച്ചിട്ടോ തർക്കിക്കും. പക്ഷേ ഇയാളെ കണക്ക് നമുക്ക് എടുക്കാൻ പറ്റാത്ത കണക്കുകളാണ്. അതായത് എത്ര പാസുകൾ നോക്കണം, എത്ര ഡ്യുവൽ വിന്ന് ചെയ്ത് നോക്കണം, എത്ര ടാക്കിൾ ചെയ്ത് നോക്കണം, എത്ര ബോൾ റിക്കവറി നോക്കണം, അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങളാണ് നമ്മൾ നോക്കേണ്ടി വരും. അപ്പോൾ അത് നോക്കിയാൽ ചിലപ്പോൾ ഈ പറയുന്ന മെസ്സി ചിലപ്പോൾ അടുത്ത് പോലും വരില്ല. നമ്മൾ സ്റ്റാറ്റ്സ് ഏതൊക്കെയാണ് കണക്ക് കൂട്ടുന്നത് എന്ന് നോക്കിയിട്ടാണ്. അപ്പോൾ ഈ ഡിഫൻസീവ് മിഡ്ഫീൽഡർ നോക്കുമ്പോൾ അയാളായിരിക്കും ടൂർണമെൻറ്റിൽ ഏറ്റവും വലിയ മിഡ്ഫീൽഡർ. അപ്പോൾ അവർ അർഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ബാലൻഡിയോർ റോഡ്രി ഉയർത്തിയ സമയത്ത് ഒരു കോട്ടുണ്ടായിരുന്നു, താരങ്ങൾ മാച്ച് ജയിപ്പിക്കും, ടൂർണമെന്റ് ജയിപ്പിക്കാൻ റോഡ്രി വേണമെന്ന് പറഞ്ഞൊരു രീതിയിൽ. അതാ ഞാൻ പറഞ്ഞത്. അതായത് ഡിഫൻസീവ് മിഡ്ഫീൽഡ് എന്ന് പറയുന്ന ഒരു പൊസിഷനെ പറ്റി നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യലില്ല, അല്ലെങ്കിൽ ഡിഫൻസിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യലില്ല. കാരണം നമുക്ക് എപ്പോഴും ഗോൾ അടിക്കുന്നതും ഗോൾ അടിപ്പിക്കുന്നതും മാത്രമാണ് നമ്മളെ ചർച്ചാ വിഷയം. അപൂർവമായിട്ട് അപൂർവമായിട്ടാണ് നമ്മൾ ഗോൾ കീപ്പറിനെ പോലും ചർച്ച ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ബൊസീഞ്ഞനെ പോലെയുള്ള എന്താ പറയുക അത്യപൂർവമായ മത്സരങ്ങൾ നടക്കുമ്പോൾ, അതായത് അങ്ങനെ സേവ് ചെയ്യുന്നതൊക്കെ വളരെ അപൂർവമായി നടക്കുന്നതാണല്ലോ. അപ്പോൾ അങ്ങനെ നടക്കുമ്പോൾ മാത്രമാണ് ഗോൾ കീപ്പറിനെ പോലും നമ്മൾ ചർച്ച ചെയ്യുന്നത്. അല്ലെങ്കിൽ അതേപോലെയുള്ള ഏറ്റവും കൂടുതൽ സേവ് നടത്തിയ കീപ്പർ പാരഗൈഡാണ്. അദ്ദേഹത്തെ എത്ര പേര് ഓർക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഒരിക്കലും ചർച്ച ചെയ്യാത്ത ആൾക്കാരാണ്. ഫുട്ബോൾ എന്ന് പറയുന്നത് 11 ആൾക്കാരെ കളിയാണ്. 11 ആൾക്കാർ പ്ലസ് സബ്സ്റ്റിറ്റ്യൂഷൻ ആൾക്കാർ വരുന്ന ആൾക്കാരെ കളിയാണ്. അപ്പം നമ്മളിപ്പം ഗോൾ അടിക്കുന്ന ആൾക്കാരെ മാത്രമാണ്, അസിസ്റ്റിനെ മാത്രമാണ് എന്നുള്ളത് നോക്കുന്നത് ശരിയായിട്ടില്ല ഒരു കാര്യമല്ല. നമുക്ക് കണക്കിന് വേണമെങ്കിൽ പറയാം എന്നുള്ളത് മാത്രമാണ്. അത് നമ്മൾ ഇവിടെ നമ്മുടെ നാട്ടിലെടുത്താലും നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഒരു 90 മിനിറ്റ് മാച്ചിൽ ഇപ്പം 90ാമത്തെ മിനിറ്റിൽ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് വന്നിട്ട് 92ാമത്തെ മിനിറ്റിൽ ഗോൾ അടിച്ചാൽ ചിലപ്പോൾ മാൻ ഓഫ് ദ മാച്ച് പോകുന്നത് അയാൾക്കാണ്. പക്ഷെ അയാൾ അതൊരു രീതിയിലും അർഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഗോളടി മാത്രമല്ല ഫുട്ബോൾ എന്നുള്ളതാണ്. അത് എപ്പോഴാണ് ആൾക്കാർ മനസ്സിലാക്കുക എന്നുള്ളത് അറിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അർജന്റീനയിലേക്ക് തന്നെ വരുമ്പോൾ ലയണൽ മെസ്സി അമിതമായിട്ട് ആശ്രയിച്ചു, അതോ മെസ്സിയിൽ കേന്ദ്രീകൃതമായിരുന്നു അർജന്റീന ടീം അമിതമായിട്ട് ആശ്രയിച്ചു? ഈ നിക്കോപാസ് അടക്കമുള്ള അടുത്ത മെസ്സി എന്ന പേരിൽ ഏറെക്കുറെ അറിയപ്പെടുന്ന താരങ്ങൾക്ക് കുറെ കൂടി പ്ലേയിങ് ടൈം വേണമായിരുന്നു എന്നൊരു തോന്നലുണ്ടോ? ഇല്ല, എനിക്ക് അങ്ങനെയില്ല. കാരണം മെസ്സി വന്നത് തൊട്ട്, അല്ലെങ്കിൽ മെസ്സി എപ്പോഴാണോ നാഷണൽ ടീമിന് വന്നത് അത് തൊട്ട് മെസ്സിയിൽ തന്നെയാണ് അർജന്റീന നിൽക്കുന്നത്. അത് നമുക്കൊരു എന്താ പറയുക ഇപ്പം എടുത്തു പറയേണ്ട കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പുതിയ പ്ലെയറിന് ചാൻസ് കൊടുക്കണമെന്ന് ചോദിച്ചാൽ ഇതൊരു പ്രാക്ടീസ് ടൂർണമെൻ്റ് അല്ല എന്നുള്ളതാണ്. ഇത് വേൾഡ് കപ്പാണ്. അതിൽ ഏറ്റവും നല്ല പ്ലെയേഴ്സ് ആരാണോ അവരെ ആയിരിക്കും കളിപ്പിക്കുക. അവർക്ക് ഇഞ്ചുറിയോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിലായിരിക്കും, അല്ലെങ്കിൽ ടാക്ടിക്സിനനുസരിച്ചിട്ടായിരിക്കും മാറ്റുക. അപ്പോൾ സ്കലോണിനെ പോലെയുള്ള ഒരു കോച്ച് ചാൻസ് കൊടുക്കാൻ വേണ്ടി മാത്രം ഒരു പ്ലെയറിനെ കളിപ്പിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അവർക്ക് എന്നും കരിയറിൽ മാച്ചസ് വരാൻ പോകുന്നുണ്ട്. ഇത് വേൾഡ് കപ്പാണ്. അവരെ ബെസ്റ്റ് പ്ലെയേഴ്സിനെ കളിപ്പിച്ചു എന്നുള്ളത് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഒരു 48 ടീമുകളായി വരുന്ന സമയത്ത് പൊതുവെ ആവേശം കുറയുന്ന രീതിയിലായിരുന്നു വലിയ രീതിയിൽ തുടക്കത്തിലുണ്ടായിരുന്ന ചർച്ചകൾ. പക്ഷെ അതൊന്നും ശരിയല്ലെന്ന് കേപ്പ് വെർഡെ അടക്കമുള്ള ടീമുകൾ തെളിയിച്ചു. ഇപ്പോൾ ഫൈനലിലേക്ക് സെമിയിലേക്ക് വരുമ്പോൾ ലോക റാങ്കിങ്ങിൽ തന്നെ ആദ്യത്തെ 4 സ്ഥാനക്കാർ ചരിത്രത്തിൽ ആദ്യമായിട്ട് സെമിയിൽ വരുന്നു. ആദ്യത്തെ 4 സ്ഥാനക്കാർ അതേ പൊസിഷൻ തന്നെ നിൽക്കുന്നു എന്നുള്ളൊരു കൗതുകം കൂടിയുണ്ട്. ഈ ടൂർണമെന്റിന്റെ മൊത്തത്തിലുള്ളൊരു ക്വാളിറ്റി എങ്ങനെയാണ്, ഗെയിം ക്വാളിറ്റി എങ്ങനെയാണ് കാണുന്നത്? നല്ല മാച്ചുകളല്ല എല്ലാം. ഒരുവിധം എല്ലാ മാച്ചുകളും നല്ലതാണ്. ഈ പറയുന്ന പോലെ ഫൈനൽ പോലെയുള്ള 1-2 മാച്ചുകൾ മാറ്റി കിട്ടിയാൽ ബാക്കി എല്ലാ മാച്ചുകളും നല്ല പോരാട്ടങ്ങളായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ ചർച്ചകളൊക്കെ നമ്മൾ ഗ്രൗണ്ടിന് പുറത്ത് നടക്കുന്നതല്ലേ. മാച്ചും ചർച്ചകളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നമുക്ക് എന്തും പറയാം, എന്തും ചർച്ച ചെയ്യാം എന്നുള്ളതാണ്. കളി നമ്മൾ ചർച്ച ചെയ്യുന്നതോ നമ്മൾ പറയുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കണം എന്നൊരു നിർബന്ധമില്ല. നടന്നേക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് നടക്കണം എന്നൊരു നിർബന്ധമില്ല.
അപ്പോൾ കളീനെ നമുക്ക് പുറത്ത് നമ്മളെങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് ടൂർണമെൻറ്റ് മോശമല്ല എന്നുള്ളത് പറയാൻ പറ്റില്ല. കളികൾ എന്താ പറയുക, ഇപ്രാവശ്യത്തെ കളികളെല്ലാം നല്ലതായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പോൾ 48 ആകുമ്പോൾ മാച്ച് കൂടുന്നല്ലാതെ മാച്ച് എങ്ങനെ മോശമാകും എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചെങ്ങനെയാണെന്നുള്ളത് എനിക്ക് അറിയില്ല. കളികളാണ്, ഓരോ കളിക്കും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്, അതിൻ്റേതായ ക്വാളിറ്റി ഉണ്ടാവും, അതിൻ്റേതായ ചില കളികൾ അതേപോലെ മോശം. അത് കളിച്ചു കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവും. നിങ്ങൾ മുന്നേ തന്നെ ഇങ്ങനെ ഒരു തീരുമാനം വരുന്നു, ഇങ്ങനെ എല്ലാം മോശമാവും എന്ന് പറയുന്നത് ശരിയായിട്ടല്ല എന്നുള്ളത്. എണ്ണം കൂടുന്നതനുസരിച്ച് ഈ ഗെയിമിന്റെ ക്വാളിറ്റിയിൽ എന്തെങ്കിലും കുറവുണ്ടാവും എന്നുള്ള രീതിയിൽ ആശങ്കകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ അതാ പറഞ്ഞത്. അതായത് എങ്ങനെയാണ് നിങ്ങൾ തീരുമാനിക്കുന്നത് എണ്ണം കൂടുന്നതിനനുസരിച്ച് ക്വാളിറ്റി കുറവുണ്ടാവും എന്നുള്ളത് എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ തീരുമാനിക്കുന്നത് എന്നുള്ളതാണ്. കളി ഇപ്പം കേപ്പ് വെർദെ നമ്മൾ മേ ബി ഈ പറയുന്ന പുറത്തുള്ള എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും ചെറിയ ടീമിലൊന്നാണ്, പക്ഷെ അവർ കളിച്ച കളിയൊക്കെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് കളിക്കുന്ന മുന്നേ തീരുമാനിക്കുക കളി മോശമാകും എന്നുള്ളത്? നമുക്ക് അതാ പറയുന്നത്, ഇത് പണ്ഡിറ്റ്സ് അല്ലെങ്കിൽ ആൾക്കാർ ആരാണ്, അവർക്ക് പറയാനൊരു കാര്യം അല്ലെങ്കിൽ വായി തോന്നുന്നത് അവർ പറയുന്നു, അത് നമ്മൾ ചർച്ച ചെയ്യുന്നു എന്നുള്ളതല്ലാതെ ഇതിനൊന്നും ഒരു പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളിപ്പം ചാനലിൽ പരിപാടി കാണലുണ്ടല്ലോ, ഈ പറയുന്ന വേൾഡ് കപ്പിന് മുന്നേ മാച്ചിന് മുന്നേ ഇത് പരിപാടികൾ നടക്കുന്നത്. അപ്പോൾ സംസാരിക്കാൻ കാരണങ്ങൾ വേണം, അവർ സംസാരിക്കുന്നു എന്നല്ലാതെ മാച്ചുമായിട്ട് അതിനൊക്കെ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. റൈറ്റ്. അപ്പോൾ ഈ ലോകകപ്പ് അവസാനിക്കുമ്പോൾ അപ്പോൾ ഈ മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കുന്ന ഏതെങ്കിലും ഒരു മൊമെന്റ്, ഏതെങ്കിലും ഒരു പ്ലെയർ, ഏതെങ്കിലും ഒരു ഗോള്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ? മെസ്സി തന്നെയാണ് മനസ്സിൽ തങ്ങി നിൽക്കുന്നത്. അത് 2-3 കാര്യങ്ങൾക്കാണ്. ഒന്ന്, ഫൈനൽ വരെ അർജന്റീനനെ ഒറ്റയ്ക്ക് ചുമലിലേറ്റി കൊണ്ടുവന്നു എന്നുള്ളതാണ്. രണ്ടാമത്തേത് ഫൈനലിൽ എന്താ പറയുക, എല്ലാം വീണുടഞ്ഞു എന്നുള്ളതും കൂടിയാണ്. ഞാൻ പേഴ്സണലി റൊണാൾഡോ അല്ലെങ്കിൽ മെസ്സി ജയിക്കണം, കാരണം അവർ അർഹിക്കുന്നു എന്ന് വിചാരിക്കുന്ന കൂട്ടത്തിലാണ്. അതിൻ്റെ അർത്ഥം ബാക്കിയുള്ളവർ അർഹിക്കുന്നില്ല എന്നുള്ളത്. അവരുടെ ലെജൻഡറി കരിയറിന് ഒരു കിരീടം എന്നുള്ളത് അവർ അർഹിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ റൊണാൾഡോ ആദ്യമേ പോയി, അവസാനം മെസ്സി വന്നു. പക്ഷേ മെസ്സിനെ എന്താ പറയുക, സ്പെയിൻ ഒന്നും ഇല്ലാതാക്കി എന്നുള്ളതാണ്. മെസ്സിനല്ല, അർജൻറ്റീനയാണ്. അപ്പം അത് തന്നെ, മെസ്സി തന്നെയാണ് ഏറ്റവും നിൽക്കുന്നത്. അതിൽ പ്രത്യേകിച്ച് ഇംഗ്ലണ്ട് മാച്ചും ഈജിപ്റ്റ് മാച്ചൊക്കെ ഓർമ്മയിൽ നിൽക്കുന്ന മാച്ചുകളാണ്, കാരണം അവസാന മിനിറ്റുകളിലൊക്കെയാണ് ഗോൾ അടിക്കുന്നത്. പിന്നെ ലൂസേഴ്സ് ഫൈനലിലും ഭയങ്കര നല്ല കളിയായിരുന്നു, ഗോൾ മഴയായിരുന്നു. അപ്പോൾ അതും മോശമായിട്ടില്ല. പക്ഷേ അതുമാത്രമല്ല, നമുക്ക് എടുത്തു പറയാനാണെങ്കിൽ ഇഷ്ടംപോലെ മാച്ചുകളൊക്കെ പറയാം. കോങ്കോൻ്റെ മാച്ച് പറയാം, കേപ്പ് വെർദെൻ്റെ മാച്ച് പറയാം, ഇഷ്ടംപോലെ മാച്ചസ് പറയാം. പക്ഷേ ഏറ്റവും കൂടുതൽ പറയുമ്പോൾ നമുക്ക് എപ്പോൾ ഇഷ്ടമില്ല ഒരാൾക്കാർ മുന്നിൽ നിൽക്കുമല്ലോ. സംഭവം പോലായിരുന്നു. പ്രത്യേകിച്ച് ചില ആരാധകര് മന്ത്രവാദി, അങ്ങനെ ഭയങ്കര രസമുള്ള മൊമെന്റുകൾ ഉണ്ടായിരുന്നു. മന്ത്രവാദിയൊക്കെ ഒരു ക്യാരക്ടർ, അതായത് വേൾഡ് കപ്പിന് കുറച്ചും കൂടി ഒരു കളർഫുൾ ആക്കാൻ ഒരു ക്യാരക്ടർ എന്നല്ലാതെ വേറെ ഒരു പ്രത്യേകതയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും. നമ്മൾ ഗ്രൗണ്ടിന് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ അത്രത്തോളം വാല്യൂ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ബ്രസീലാണ് വിനീന്റെ ഫേവറേറ്റ് ടീം എന്നറിയാം. ആഞ്ചലോട്ടിക്ക് എന്താണ് പറ്റിയത്? ഒരു പ്രതീക്ഷിച്ച നിലവാരത്തിലേക്ക് ഉയരാൻ പറ്റിയില്ല ബ്രസീലിന്. പ്രത്യേകിച്ച് നോവയ്ക്കെതിരെ, ജപ്പാനെതിരെ കളിച്ചപ്പോൾ ആ ഒരു പഴയ ബ്രസീൽ നമ്മൾ കണ്ടിരുന്നു. ഞാൻ അറ്റാക്കിംഗ് ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഞാൻ ഈ പറയുന്ന ഒരു ലോ ബ്ലോക്കിൽ നിന്ന് ഡിഫെൻഡ് ചെയ്യണം എന്ന് വിചാരിക്കാത്ത ഒരാളാണ് ഞാൻ. എനിക്ക് ബ്രസീലിനെ ഇഷ്ടപ്പെടുന്നതും അതുകൊണ്ടാണ്. ബ്രസീലിൻ്റെ കളി എന്ന് പറയുന്നത് ഏറ്റവും സുന്ദരമായ ഫുട്ബോൾ കളിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. മേ ബി നമ്മളൊക്കെ കുട്ടിക്കാലം അല്ലെങ്കിൽ അതിന് കുറച്ച് തുടക്കം മുന്നേ മുതൽ മേ ബി ഒരു 2002 വരെ, അല്ലെങ്കിൽ 2002 കഴിഞ്ഞ് ഒരു 4-5 കൊല്ലം വേണമെങ്കിൽ പറയാം. ആ സമയത്ത് ബ്രസീൽ കളിച്ച കളിയുടെ നിഴല് പോലും ആയിരുന്നില്ല ഇത്തവണത്തെ എന്നുള്ളതാണ്. അത് എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ നോർവേ ആയിട്ട് തോറ്റ മാച്ച്. അതായത് നമ്മളൊരു അവരൊരു നോർവേൻ്റെ ഡിഫൻഡർ ബോൾ എടുക്കുമ്പോൾ നമ്മൾ അവിടെ തന്നെ പ്രസ് ചെയ്ത് ബോൾ എടുക്കുന്ന ഒരു ബ്രസീലായിരുന്നു നമ്മൾ ഉണ്ടായത്. ഇത് ഈ പറയുന്ന പോലെ നോർവേ പേടിച്ച് നമ്മളെ ബോക്സിൻ്റെ മുന്നിൽ വന്ന് ലോ ബ്ലോക്കിൽ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു ബ്രസീലാണ്. അതായത് ഒരു പ്രസ്സിങ് ഇല്ല, ബോൾ എടുക്കാൻ പോകുന്നില്ല, ഒരു രീതിയിലും എന്താ പറയുക, ഒരു രീതിയിലും നമ്മൾ ഗ്രൗണ്ടിൽ ഉണ്ട് എന്ന് കാണിക്കുന്ന രീതിയിൽ അവർ ഇടപെടുന്നില്ല എന്നുള്ളതാണ്. അതാകെ കണ്ടത് ഈ പറയുന്ന ജപ്പാനെതിരെ കുറച്ച് സമയം മാത്രമാണ്. അപ്പോൾ ആ ബ്രസീൽ കളിപ്പിക്കാൻ ആഞ്ചലോട്ടിക്ക് പറ്റിയില്ല എന്നുള്ളത്, അത് അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങളുടെ പിഴവ് തന്നെ ആവണം എന്നുള്ളത്. പിന്നെ വേറെ ഒന്ന് പറയാൻ പറ്റുന്നത്, നമ്മളിപ്പോൾ കണ്ടു വളർന്ന ബ്രസീലിൻ്റെ ക്വാളിറ്റി ഉള്ള പ്ലേയേഴ്സ് ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ്. നെയ്മറിനെയോ വിനിഷ്യസ് ജൂനിയറിനെയോ അങ്ങനെ 1-2 പ്ലേയേഴ്സിനെ മാറ്റിയിരുത്തിയാൽ ആ ക്വാളിറ്റി, ഇപ്പോൾ നമ്മളെ അന്നത്തെ മിഡ്ഫീൽഡ് എടുത്ത് നോക്കിയാൽ അറിയാം. റൊണാൾഡീഞ്ഞോ ഭരിച്ചിരുന്ന മിഡ്ഫീൽഡ് എടുത്ത് നോക്കിയാൽ അറിയാം. റൊണാൾഡീഞ്ഞോ, കക്ക, റിവാൾഡോ, ഇങ്ങനെ തുടങ്ങി ഇഷ്ടംപോലെ ആൾക്കാർ ഉണ്ടായിരുന്ന അവരെ മിഡ്ഫീൽഡും കാര്യങ്ങളും നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇപ്പോഴത്തെ മിഡ്ഫീൽഡ് എന്താണ് എന്നുള്ളത്. അപ്പം ആ പ്ലേയേഴ്സിൻ്റെ പ്രശ്നമുണ്ട്, അതേപോലെ ആഞ്ചലോട്ടിൻ്റെ ടാക്ടിക്സ് ഉണ്ട്. എനിക്കൊരിക്കലും ഈ പറയുന്ന ആഞ്ചലോട്ടിൻ്റെ ടാക്ടിക്സ് ഭയങ്കര അറ്റാക്കിംഗ് ഫുട്ബോൾ ആയിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ബ്രസീലിനെ പോലെ ഒരു ടീമിന് അദ്ദേഹം കോച്ചായി വരുമ്പോൾ ഞാൻ ഇതിൽ കൂടുതലൊന്നും അങ്ങനെ കാര്യമായിട്ട് പ്രതീക്ഷിച്ചിട്ടുമില്ല. പക്ഷേ ഈ പറയുന്ന അയാളെ എന്താ പറയുക, ടാക്ടിക്സ് വെച്ചിട്ടും കുറേയൊക്കെ ബെറ്ററായി എന്നുള്ളതാണ്. അത് പക്ഷേ ബെറ്റർ ആകുമ്പോഴും പഴയ ഒരു ലെവലിലേക്ക് ബ്രസീൽ എത്തും എന്നുള്ള പ്രതീക്ഷ എനിക്കില്ല സത്യം പറഞ്ഞാൽ.
ഇന്ത്യയിലെ ഏറ്റവും വലിയ ലീഗ് തന്നെ നടക്കുമോ നടക്കൂലയോ എന്നുള്ളൊക്കെ സിറ്റുവേഷനിൽ നിൽക്കുവാണ്. അടുത്ത കൊല്ലം വേൾഡ് കപ്പ് കളിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലല്ലോ. അപ്പം ജെനുവിനായിട്ട് പറഞ്ഞാൽ നമുക്ക് സ്വപ്നം കാണാൻ പോലും നിലവിൽ അർഹതയില്ല എന്നുള്ളതാണ്. പക്ഷേ സ്വപ്നം കാണാൻ ചിലവില്ലാത്തതുകൊണ്ട് നമുക്ക് കാണാം. എനിക്കറിയില്ല ഇവരൊക്കെ തയ്യാറാവുമോ എന്നുള്ളത് എനിക്കറിയില്ല. എനിക്ക് അതിനുള്ള പ്രതീക്ഷയില്ല എന്നുള്ളതാണ്. SLK കാണാൻ കാണികളുണ്ട്. അതായത് ഫുട്ബോളിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നമ്മൾ. പക്ഷെ അതിനെ അവർ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഫുട്ബോൾ നമ്മൾ കൊടുക്കുന്നുണ്ടോ എന്നും കൂടി നമ്മൾ നോക്കുക എന്നുള്ളതാണ്.